നമ്മുടെ രാജ്യമല്ലെങ്കിലും വൻ പൊളിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ പ്രധാനമന്ത്രി ഒരു ആഹ്വാനം നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തിന് ഗുണമുള്ള കാര്യമാണെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് ഈ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫിൽ നിന്നും രക്ഷപ്പെടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്രയിച്ചത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തന്നെയാണ്. ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കുകയാണ്, ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അവരെന്ത് ചെയ്യണം? അവർ കൃത്യമായി നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ മേടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. സ്വദേശി ഉൽപ്പന്നങ്ങൾ മേടിച്ച് വിദേശി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ അത് മേടിക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾ ബഹിഷ്കരിക്കേണ്ട, നിങ്ങളത് കുറയ്ക്കൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. രണ്ടാമത് വേണ്ടത് നമ്മുടെ സർക്കാരിലുള്ള വലിയ വിശ്വാസമാണ്. ഈ രണ്ട് കാര്യങ്ങളും മോദി വിചാരിക്കുന്നതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഈ കേന്ദ്ര സർക്കാരിന് കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെ ഫലവും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇന്ത്യയുടെ വിപണി കണ്ട്. അതായത് ഇന്ത്യ ഇപ്പോൾ സകല കാര്യങ്ങൾക്കും GST അടക്കം കുറച്ചു കൊടുത്ത സാഹചര്യത്തിൽ ജനങ്ങൾ അറുമാദിക്കുകയാണ്. ജനങ്ങൾ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ മാർക്കറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദിവാലി ട്രേഡാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. 5.4 ലക്ഷം കോടി രൂപയുടെ ട്രേഡാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 65,000 കോടി രൂപ സർവീസസിൽ നിന്ന് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ദ ഹയസ്റ്റ് എവർ ഫസ്റ്റീവ് സീസൺ സെയിൽസ് എന്നാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത്. ഫസ്റ്റീവ് സീസണിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് സെയിൽസ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ജുവലറി, സ്വർണത്തിന് നാൾക്ക് നാൾ വില കൂടുന്നു എന്ന് പരിതപിക്കുന്ന ആൾക്കാർ ഇതൊന്ന് കാണണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ 85,000 കോടി രൂപയ്ക്കാണ് സ്വർണം ജനങ്ങൾ മേടിച്ചിരിക്കുന്നത്. അതായത് ജ്വല്ലറി സെയിൽസ് അലോൺ ക്രോസ്ഡ് 85,000 crore during Dhanteras as 87% consumers preferred made in India goods. ഇവിടെയാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ 87% ജനങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ ഗുഡ്സ് ആണ്. ആദ്യം മേക്ക് ഇൻ ഇന്ത്യ ആയിരുന്നു, ഇപ്പോൾ അത് മെയ്ഡ് ഇൻ ഇന്ത്യയായി മാറിയിട്ടുണ്ട്. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ഗുഡ്സ് ആണ് നമ്മൾ മേടിച്ചത്. അതായത് 100-ൽ 87 പേർ മെയ്ഡ് ഇൻ ഇന്ത്യ ഗുഡ്സ് മേടിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്നും ഇന്ത്യ തല താഴ്ത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഇത്തരത്തിലുള്ളൊരു പ്രയത്നം കൂടെ കൊണ്ടാണ്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മാത്രമല്ല. കാരണം അദ്ദേഹം ആഹ്വാനം ചെയ്താൽ അത് ഏറ്റെടുക്കാൻ ജനങ്ങൾക്ക് തയ്യാറാകണം ജനങ്ങൾ. അങ്ങനെ ജനങ്ങൾ തയ്യാറായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരെ ഏറ്റെടുത്തു. നമ്മുടെ രാജ്യം ഇപ്പോൾ വേറൊരു ലെവലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.